ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ആത്മപ്രഭ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുതരാൻ വല്ലവനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഏകാന്തതയും അല്പ ആഹാരവും വിഡ്ഢികളോടും നിഷ്പക്ഷതയും അതവുമില്ലാത്ത പണ്ഡിതന്മാരോടുമുള്ള സംസർഗം ഉപേക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള പണ്ഡിതർ ആരാണെന്ന് ഇമാം അബ്ദുൽ ഗനിയു നാബൽസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ഔലിയാഇന്റെ മാർഗത്തിൽ നിന്നും അവർക്ക് അറിയാത്തതിനെ നിഷേധിക്കുന്ന പണ്ഡിതരാണവർ. അവരെ ഉപേക്ഷിക്കൽ ആത്മജ്ഞാനമുണ്ടാകാനുള്ള മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സലീമായ ഹൃദയവുമായി അള്ളാഹുവിന്റെ ഹദറത്തിൽ ചെന്നവർക്കല്ലാതെ സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ദിവസം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സലീമായ ഹൃദയം എന്നതുകൊണ്ട് അള്ളാഹു അല്ലാത്ത എല്ലാത്തതിനെ തൊട്ടും ശുദ്ധിയായ ഹൃദയമെന്നാണ് ഉദ്ദേശമെന്നും ഒരു മുർഷിദിലൂടെയല്ലാതെ ആ ശുദ്ധീകരണം സാധ്യമല്ലെന്നും ബഹറുൽ മദീദിൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബത്തുൽ ഹസനി റളിയല്ലാഹു അൻഹു വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. ഹൃദയ ശുദ്ധീകരണം അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അതിലൊന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അറിയണം, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നാകുന്ന പക്ഷം ദേഹമാസകലം നന്നാകുന്നതാണ്. അത് ദുഷിച്ചു പോകുന്ന പക്ഷം ദേഹമാസകലം ദുഷിച്ചു പോകും. അറിയുക, അത് ഹൃദയമാണ്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു എന്നിവർ സ്വഹീഹിലും മറ്റു പല പണ്ഡിതരും പല കിതാബുകളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഹൃദയ ശുദ്ധീകരണങ്ങളുടെ മരുന്നുകളെ സംബന്ധിച്ച് വിജ്ഞാനം പഠിക്കൽ ഹൃദയരോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാത്ത എല്ലാവർക്കും നിർബന്ധമാണെന്ന് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മുഹ്താജിൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ ആ അറിവ് ഫലവത്താവുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. പഞ്ചസാരക്ക് മധുരമുണ്ടെന്ന് പഠിച്ചതുകൊണ്ട് പഞ്ചസാരയുടെ മധുരം അറിയില്ലല്ലോ. ഹൃദയശുദ്ധീകരണവും അതിന് വഴികൾ തേടലും അനിവാര്യമാണെന്നും അതിലൂടെയല്ലാതെ വിജയം സാധ്യമല്ലെന്നും നിഷ്കളങ്കരായ സത്യാന്വേഷികൾക്ക് ബോധ്യപ്പെടും. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ചിലരുടെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എഴുത്തുകളിലും ഇത്തരം വിഷയങ്ങളെ പുച്ഛിച്ചു തള്ളേണ്ടതും എതിർക്കപ്പെടേണ്ടതുമായ ഒന്നായി ചിത്രീകരിക്കുന്നത് മഹാകഷ്ടമാണ്. ഈ അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് ജനങ്ങളെ തിരിക്കുകയും ദീനിനെ ജീവിപ്പിക്കുകയുമാണ് യഥാർത്ഥ മുർഷിദുകളാകുന്ന യുഗപുരുഷന്മാർ ചെയ്യുന്നത്. ഹൃദയശുദ്ധീകരണവും അള്ളാഹുവിനെ അറിയലും അത്യന്താപേക്ഷിതമാണ്. അതിന് അള്ളാഹുവിന്റെ വഴിയിൽ പ്രവേശിക്കുവാൻ മറ്റൊരു മുർഷിദിൽ നിന്ന് സമ്മതം ലഭിച്ച മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്നെത്തുന്ന ശരിയായ പരമ്പരയുള്ള യഥാർത്ഥ മാർഗദർശിയായ ഒരു മുർഷിദ് അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. صلى الله